ഇത് മുട്ട അവിയൽ. അവിയൽ എല്ലാവർക്കും ഇഷ്ടമല്ലേ? മുട്ട അവിയലാകുമ്പം അതൊരു വെറൈറ്റി അവിയലാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കുക്കുത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ മുട്ട അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇതിന് 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് തോട് കളഞ്ഞ് മുറിച്ചെടുക്കണം. ഒരു 4 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. ഇത് വലുത് ഞാൻ മുറിച്ച് വെച്ചതാണ്. ഒരു 6 പച്ചമുളക്, 7 വെളുത്തുള്ളി അല്ലി, ഇത് ചെറുതും 2-3 വലുതേ ഉള്ളു, 1 സവാള, 2 മീഡിയം ഉരുളക്കിഴങ്ങ്, 1/4 കപ്പ് തേങ്ങ, 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, വെളിച്ചെണ്ണ, വെള്ളം. ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായും സവാളയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ മുട്ട പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 4ആയിട്ട് കീറിയെടുക്കണം. നമുക്ക് ഇതിനൊന്ന് അരപ്പൊന്ന് ചതച്ചെടുത്ത് വെക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളക്, 3-4 വെളുത്തുള്ളി അല്ലി, പകുതി മഞ്ഞൾപ്പൊടി, അതുപോലെ പകുതി മുളക് പൊടി, ചെറിയ ജീരകം. ഇത് വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കണം. അരപ്പ് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ ചേരുവകളും ചേർക്കണം. ഉരുളക്കിഴങ്ങ്, മുരിങ്ങക്ക, പച്ചമുളക്, വെളുത്തുള്ളി, സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 2-3 കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഈ ചേരുവകളെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒത്തിരി സമയത്ത് വഴറ്റി കളയണ്ട. ഒന്ന് ഈ എണ്ണയിൽ ഒന്ന് ചൂടായി വന്നാൽ മതി. ഇനി ഇതിലേക്ക് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തീ കൂട്ടി വെച്ച് കൊടുക്കണം. ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. നമുക്ക് ഇതെല്ലാം വെന്തോന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. അതെ, മുരിങ്ങക്കായും വെന്തിട്ടുണ്ട്. അങ്ങോട്ട് പൊട്ടി വന്നിട്ടുണ്ട്, ഉടഞ്ഞു പോയിട്ടില്ലെന്നേ ഉള്ളു. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇനി അരപ്പിനൊന്ന് ആവി കയറണം. അതിനായിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. തീ ഏറ്റവും കുറച്ചിടണം. നമുക്കിതൊന്ന് നോക്കാം. നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഇതിൻ്റെ അകത്ത് പുളിയൊന്നും ചേർക്കണ്ട. ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി കീറി വെച്ചിരിക്കുന്ന, ഞാൻ ഇവിടെ 4ആയിട്ടാണ് കീറി എടുത്തിരിക്കുന്ന മുട്ട ചേർക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ലേശം ഉപ്പും കൂടെ വേണം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു 3-4 മിനിറ്റ് മൂടി വെക്കാം. തീ ഓഫ് ചെയ്യണം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് നോക്കാം.
എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യണം. നല്ല അടിപൊളി മുട്ട അവിയൽ റെഡിയായി. നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മുട്ട അവിയൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.